സഹകരണ മേഖലയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇരട്ടയാർ സർവീസ് സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തകർച്ച നേരിട്ട സഹകരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ തന്നെ പുതിയ സ്കീമുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ മേഖല നാടിന്റെ നട്ടെല്ലാണ്. അതിന് കോട്ടം സംഭവിച്ചാൽ സാധാരണക്കാരായ കർഷകരെയും നാടിന്റെ വികസനത്തെയും ബാധിക്കും. സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പുതിയ സഹകരണ നിയമം നടപ്പിലാക്കിയതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 25 ലക്ഷം രൂപ നമുക്ക് വർഷം ഇതര വരുമാനത്തിൽ നിന്ന് കൂടി ലഭിക്കാൻ കഴിയുന്ന തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ബാങ്കിന്റെ വളർച്ച എത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡിപ്പോസിറ്റ് വർദ്ധിച്ചു വരുന്നു. മണിയാശാൻ സൂചിപ്പിച്ചല്ലോ, ചില ബാങ്കുകൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടാൽ അതെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണെന്ന് ചിന്തിക്കേണ്ടതില്ല. അതിനൊക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി എന്തെങ്കിലും തകർച്ച നേരിട്ട് സഹകരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് ഗവൺമെൻറ് തന്നെ ചില സ്കീമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹകരണ മേഖലയിലെ നിക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപം ഉണ്ടാകേണ്ടതില്ലെന്ന് മാത്രമല്ല, ഗവൺമെൻറ് ഗ്യാരണ്ടി സ്കീം തന്നെ കൊണ്ടുവന്ന് നിലനിർത്താനുള്ള നടപടികളുമായി പോകുന്ന ഒരു മേഖലയാണ്. നമ്മുടെ രാജ്യത്തിൽ തന്നെ മാതൃക. ഇത്രയും വലിയ സഹകരണ മേഖല ഒരുപക്ഷെ രാജ്യത്ത് വരെ ഉണ്ടാവില്ല. ആ നിലയിൽ ഈ മേഖലയെല്ലാം പിടിച്ചു കുലുക്കി തീർത്ത് കളയാൻ ചില നിലപാടുകളെടുത്ത സന്ദർഭത്തിൽ പോലും കേരളത്തിലെ സർക്കാരുകൾ ഒരുമിച്ച് നിന്ന് മുന്നേറിയ രംഗമാണ് നമ്മൾ കണ്ടത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഉടുമ്പൻചോല MLA M. M. മണി അധ്യക്ഷനായിരുന്നു. ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ കേരള കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ ഉപഹാരം നൽകി അനുമോദിച്ചു. സംസ്ഥാന ദേശീയ കായിക മത്സരങ്ങളിലും സഹകരണ വാരാഘോഷത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയവർക്കും ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ മോൻസി ജേക്കബ് ക്യാഷ് അവാർഡുകൾ നൽകി. തീർച്ചയായിട്ടും അത് ഏറ്റുവാങ്ങുമ്പോൾ മോൻസി സാറിന് സന്തോഷമുണ്ട്. കേരളത്തിലെ മികച്ച ഹരിതകർമ്മസേനയായ ഇരട്ടയാറിലെ ഹരിതകർമ്മസേനയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ആദരിച്ചു. സായാഹ്ന ശാഖയുടെ ആദ്യ നിക്ഷേപം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ ജോസ് കറിയ കണ്ണമുണ്ടയിൽ നിന്നും MLA M. M. മണി ഏറ്റുവാങ്ങി. യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ജിൻസൺ വർക്കി, പുളിയാങ്കുന്നേൽ, ജോയി ജോർജ്, സാബു മണിമലക്കുന്നേൽ, ജീനമ ബേബി, ജിഷ ഷാജി, ജോസുകുട്ടി അരിപ്പറമ്പിൽ, ഷാജി മടത്തുമുറി തുടങ്ങിയവർ സംസാരിച്ചു.